ജൂൺ 12 സഹാഗുണിലെ വിശുദ്ധ ജോൺ. ജനനം 1419 ജൂൺ 24 സ്പെയിനിൽ. മരണം 1479 ജൂൺ 11 സലാമാങ്കയിൽ. സ്പെയിനിലെ സെയിൻറ്റ് ഫഗോണ്ടസിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജോണിൻ്റെ ജനനം. മാതാപിതാക്കന്മാരുടെ 7 മക്കളിൽ മൂത്തവനാണ് ജോൺ. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി. ഉടൻ തന്നെ അധികാരവും ധനസാധ്യതകളുമുള്ള മേഖലകളിൽ നിയമിതനായി. തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി ജീവിക്കവേ ജീവിതം തികച്ചും ലൗകികം മാത്രമാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ തീവ്രമായി. ആ വൈദികൻ തൻ്റെ വൈദിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിലും ആശാന്യഗൃഹത്തിലും ജീവിക്കുവാൻ തുടങ്ങി. ജ്ഞാനവായനയും ധ്യാനവും പ്രാർത്ഥനയും ലൗകിക സന്തോഷങ്ങളെക്കാൾ നിർമ്മലമായ ആനന്ദം നൽകുമെന്ന് അനുഭവം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ഈ മാനസാന്തരത്തിന് ശേഷം ജോൺ സലമാങ്കയിൽ 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചു. അനന്തരം കുറേ കാലം തീഷ്ണതയോടെ വൈദിക വൃത്തി ചെയ്തു. അവസാനം 1463 അദ്ദേഹം അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. നൊവീഷ്യേറ്റിൽ തന്നെ ഒരു ഉത്തമ സന്യാസിയെപ്പോലെ കാണപ്പെട്ടു. എളിമയിലും അനുസരണത്തിലും ആശാന്യഗ്രഹത്തിലും അദ്ദേഹം സകലരെയും അതിശയിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും നഗരത്തിൽ വലിയ മാനസാന്തരം വരുത്തി. തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുവാനും കക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കുവാനും ജോണച്ചന് നല്ല കഴിവുണ്ടായിരുന്നു. കുറേ നാൾ ജോണച്ചൻ നവസന്യാസ ഗുരുവായിരുന്നു. 1471 മുതൽ പ്രയോരും. സഭയുടെ ചൈതന്യം പാലിക്കുന്നതിൽ അദ്ദേഹം സർവദാ വിജയിച്ചിരുന്നു. അധികാരം പ്രയോഗിച്ചല്ല, മാതൃക വഴിയാണ് തൻ്റെ കീഴിലുള്ളവരെ ഭരിച്ചത്. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നതുകൊണ്ട് ആരും ജോണച്ചൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ചിരുന്നില്ല. ഭൃത്യരെ ദ്രോഹിച്ചിരുന്ന ഒരു പ്രഭുവിനെ ജോണച്ചൻ ഒരിക്കൽ ശാസിക്കുകയുണ്ടായി. അദ്ദേഹം ജോണച്ചനെ വധിക്കുവാൻ 2 പേരെ അയച്ചു. അവർ അദ്ദേഹത്തിൻ്റെ വിശുദ്ധമുഖം കണ്ടതോടെ ദുഷ്ടവിചാരം തള്ളി മാപ്പപേക്ഷിച്ചു. പ്രഭു രോഗബാധിതനായി. അപ്പോൾ പ്രഭുവും അച്ഛനോട് ക്ഷമാപണം ചെയ്തു. വേറൊരിക്കൽ ജോണച്ചൻ്റെ പ്രസംഗം കേട്ട ഒരു പ്രഭു തൻ്റെ പാപാവസ്ഥയെ തിരിച്ചറിയുകയും പാപജീവിതത്തെ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ പാപത്തിൻ്റെ സഖിയും പ്രഭുവിൻ്റെ കാമുകിയുമായ സ്ത്രീ ജോണച്ചന് വിഷം കൊടുത്തു. 1479 ജൂൺ 11 അദ്ദേഹം മരിച്ചു. 1609 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1690 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. വചനം റോമ 12:9. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. വിചിന്തനം. ധ്യാനമാണ് ആത്മാവിൻ്റെ നേത്രം. അത് ആത്മാവിൽ സത്യവും പ്രകാശവും വീശുന്നു എന്ന് വിശുദ്ധ ബർനാദ് എഴുതിയിട്ടുണ്ട്. ആകയാൽ ഏകാഗ്രമായി ധ്യാനനിരതനായി ജീവിക്കുക. ആ അവസരങ്ങളിൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകുകയും ദൈവത്തോട് അനുതാപമുള്ള ഹൃദയത്തോടുകൂടി മാപ്പപേക്ഷിച്ച് നവ്യമായ ഒരു ജീവിതത്തിൻ്റെ രീതി പരിശീലിക്കുകയും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം.